ഹായ് കുട്ടീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഐറ്റമായിട്ട് വന്നിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ എല്ലാവരും. പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ചാനലിലേക്ക് വരുന്നവരാണെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള പാൽപ്പൊടിയും വേണം. അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടൊക്കെ ഒന്ന് കട്ടൊക്കെ അടിച്ചിട്ട് മുടിക്കും ഏതായാലും അറിയില്ല. ആവശ്യത്തിന് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. കട്ടൊക്കെ ഉണ്ടാവണ്ടേ, അപ്പോൾ അതൊക്കെ നല്ല ഉടച്ചെടുക്കാം. ഈ ഐറ്റം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി വന്നാൽ. നമ്മൾ കടയിൽ നിന്നൊക്കെ എത്ര പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതാണെന്നറിയാമോ? ഒരു 4 ചേരുവ ചേർത്താൽ സാധനം റെഡി ആയി നമ്മൾ വീട്ടിൽ തന്നെ കിട്ടും. മക്കൾക്കാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കാനും പറ്റും. ഇങ്ങനെ മക്കൾക്കൊക്കെ നമുക്ക് സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് മധുരം കേട്ടോ. പിന്നെ നെയ്യും വേണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എങ്ങനെ ഇളക്കി കൊടുക്കണ്ട, അടി പൊടിക്കാതെ നോക്കണേ. പിന്നെ പൊടി തികയുന്നില്ല എന്നുണ്ട് ലേശം കൂടി ഇട്ട് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. കമൻറ്റ് അടിക്കാനല്ല, കമൻറ്റ് എഴുതാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കുട്ടീസ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും മുന്നേറട്ടെ. അപ്പോൾ പൊടി തേയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ലേശം പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ ലെവലാക്കണം കേട്ടോ. എന്നിട്ട് ചൂടറിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് ആകട്ടെ നമുക്ക്. അതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കട്ടെ നമുക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ
പുതിയ അടുക്കള ഉണ്ടാക്കിയതാണ്. ഒരു ടൈൽസ് ഒക്കെ ഇട്ട് ശരിക്കുള്ള പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരുവിധമൊക്കെ ആയിട്ടുള്ളൂ. ടൈൽസിൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അത് ക്ലീനിങ് ആക്കിയിട്ടില്ല. അതേപോലെ വീടിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് അടുക്കളൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കാം. അവിടെ ഹാളൊക്കെ ഇങ്ങനെ ടൈൽസ് ഇട്ട് വെച്ചേക്കാം. ഇവിടെ കയറി നിന്നും കൊണ്ട് കാട്ടി കണ്ടില്ലേ ഓരോ കഷ്ണം തിന്നിട്ട്. എങ്ങനെയുണ്ട് മാനുട്ടിയ? രസമുണ്ടാ? രസമുണ്ടോ പൊന്നെ? പൊന്നിട്ടേ മാനോ രസമുണ്ടാ? രസമുണ്ടാ? എന്താ ഇല്ലാന്ന് പറഞ്ഞിട്ട് എത്രണ്ണ ഇപ്പൊ തിന്നണേ? മാനുട്ടിയെ ഇതിനുള്ളിൽ മുട്ടായി മൊത്തം ആ ട്രൗസർ ഇട്ടിട്ട് ചെയ്തിട്ട് അതാണ്. എങ്ങനെ മുട്ടായിന്ന? ഏതിക്കൂടെ മുട്ടായിന്നല്ലേ? ഏതിക്കൂടെ മുട്ടായിന്നല്ലേ? എങ്ങനെയാണ് ബേഗില? എന്താണ് രസമില്ലാന്നല്ലേ ഇജ്ജ് പറഞ്ഞത്? ഞാൻ തരാം. അതൊന്നും എടുക്കണ്ടതാ. രസമുണ്ടാ? അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാം. രസമുണ്ടാ? അപ്പം എല്ലാം സെറ്റ് ആയിക്കണം കേട്ടോ. അതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഒന്നും കൂടെ റെഡി ആയി കിട്ടും. അപ്പോൾ സാധനം സെറ്റ് ആയിക്കണം കേട്ടോ. മക്കൾക്കൊക്കെ ഓരോന്ന് കൊടുത്ത് അഭിപ്രായം ചോദിക്കാം. അത് പിടിക്ക്. രണ്ടെണ്ണം ആദ്യം ഒന്ന് തിന്നിട്ട് ആദ്യം അഭിപ്രായം പറയുന്നിട്ട് രണ്ടാമത്തേക്ക് പോകാൻ പാടുള്ളൂ. ഏവാ അപ്പോൾ മക്കളെ എന്താ ചെയ്യാന്നറിയോ? ആ ബിസ്മി എങ്ങനെയുണ്ടാറ്റേ? സൂപ്പറാ? ആ കുഞ്ഞാവേ എങ്ങനെയുണ്ടാ? സൂപ്പറാ? അതിലെടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കയറാം നമുക്ക് അല്ലേ? പിന്നെ എന്തിനാ കയറണേ നമുക്ക്? അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനൊക്കെ മറക്കല്ലിട്ടാ. അപ്പോൾ ഇതേപോലെയുള്ള അടുത്ത വീഡിയോയുമായി ഈക്കണെങ്കിൽ ഒന്നും പറയാനും കിട്ടണില്ല. ഇതേപോലെയുള്ള അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ കാത്തിരിക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനൊന്നും മറക്കണ്ട. ലൈക്ക് ആൻഡ് കമൻറ്റും ചെയ്യുക അല്ലേ? അതന്നെ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.